SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കാത്തതിൽ ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് ആവർത്തിച്ച് സ്പീക്കർ. ഇങ്ങനെ ബഹളം വെക്കാനല്ല ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്ത് ഇങ്ങോട്ട് അയച്ചതെന്നും സ്പീക്കർ. വിഷ്ണു തലവൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. വിഷ്ണു, വളരെ കൃത്യമായ രീതിയിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതിനോടൊപ്പം തന്നെ BLOമാർക്ക് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. സഭ നിർത്തിവെച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാതെയാണ് ഇത്തരത്തിൽ ഈ പ്രതിപക്ഷത്തെ അവിടെ സ്പീക്കർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ നിലവിൽ പാർലമെന്റിൽ നടക്കുന്നത്? സിന്ധുരി, പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ലോക്സഭാ നടപടികൾ 12 മണി വരെ നിർത്തിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുത് എന്നൊരു മുന്നറിയിപ്പ് സ്പീക്കർ പ്രതിപക്ഷത്തിന് നൽകിയിരുന്നു. നിലവിൽ പ്രതിപക്ഷം നിരവധി വിഷയങ്ങളാണ് അടിയന്തര പ്രമേയ നോട്ടീസ് ലോക്സഭയിൽ നൽകിയിരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് SIR നടപടിക്രമങ്ങൾ നിർത്തിവെക്കണം, അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തണമെന്നൊരു ആവശ്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നത്. തൊഴിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഇത്തരത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. എന്തായാലും ആ വിഷയങ്ങൾ ഇതുവരെ ചർച്ചയ്ക്കെടുത്തിട്ടില്ല. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താൻ കഴിയുകയില്ല എന്നൊരു നിലപാട് സ്പീക്കറും സ്വീകരിച്ചതോടുകൂടിയാണ് വലിയ തോതിൽ ഒരു പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയിൽ അരങ്ങേറിയത്. എന്തായാലും ലോക്സഭ ഇപ്പോൾ 12 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നേ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അതായത് പ്രതിപക്ഷം സഭയ്ക്കകത്ത് നാടകം കളിക്കുകയല്ല വേണ്ടത്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചർച്ചകൾ നടത്തുകയാണ് വേണ്ടത്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ പ്രതിപക്ഷം നാടകം കളിക്കുക, സഭ തടസ്സപ്പെടുത്തുക, ഇത്തരം നടപടികളിലേക്ക് പോകരുത് എന്നതടക്കമുള്ള രൂക്ഷ വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് പുതിയ ഉപരാഷ്ട്രപതി രാധാകൃഷ്ണനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. സിന്ധൂരി. ശരി വിഷ്ണു. SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ഇപ്പോൾ ചർച്ച അനുവദിക്കാത്തതിൽ പാർലമെന്റിൽ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 12 മണിക്ക് വരെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.